UDF നേതാക്കൾ ആരും പങ്കെടുക്കില്ല എന്നാണ് തീരുമാനമായി പറഞ്ഞിരിക്കുന്നത് മാധ്യമങ്ങളോട്. അല്ലേ, മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? എനിക്കങ്ങനെ സംസാരിച്ച ആളുകളിൽ നിന്ന് അങ്ങനെ അറിവ് കിട്ടിയിട്ടില്ല. നമ്മളിവിടെ ആളുകളുടെ ധാർമ്മിക പിന്തുണയാണ്. അത് എല്ലാ പൊതുസമൂഹത്തിൽപ്പെട്ടവരോടും എല്ലാ മനുഷ്യരോടും നമ്മൾ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. കത്ത് കൊടുക്കേണ്ടവർക്ക് ഔദ്യോഗികമായിട്ട് ഇങ്ങനൊരു സംഭവം വരാൻ പോകുന്നുണ്ട്, നിങ്ങളുടെ ധാർമ്മിക പിന്തുണത്തിന് ആവശ്യമാണെന്ന് പറഞ്ഞാൽ നമ്മൾ കത്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ പങ്കെടുക്കുകയോ പങ്കെടുക്കാതിരിക്കുകയോ ചെയ്യുന്നത് അവരുടെ ഇഷ്ടമാണ്. പക്ഷേ ജനങ്ങൾ ഈ കാര്യത്തിൽ അലർട്ടാണ്. ജനങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഒരുവിധം ആളുകൾ ഇപ്പോൾ 2 ദിവസമായിട്ടാണ് ഇങ്ങനെ ഒരു ചർച്ച തന്നെ വന്നത്. ഈ 3 ദിവസം കൊണ്ട് കേരളത്തിലെ മുഴുവൻ ആളുകളും ഇത് അറിയത്തക്ക രീതിയിലും ഇങ്ങനെ വലിയ ഒരു ദുരന്തം ഇങ്ങനെ ഒളിച്ച് കേരളത്തിലെ നിയമസഭക്കകത്ത് കടത്താൻ പിണറായി ഗവൺമെൻറ് പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ള വിവരം ജനങ്ങൾ അറിയും. അത് അറിയിക്കുക എന്നതാണ് ഈ ജാഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വത്തിൽ ആരാണ് തടയുന്നത്? പ്രതിപക്ഷ നേതാവ് അത് നിങ്ങൾ അവരോട് തന്നെ ചോദിക്കണ്ടേ, ആ പറഞ്ഞ ആളോടല്ലേ ചോദിക്കണ്ടേ. UDFിൻ്റെ പ്രവർത്തകർ പ്രാദേശികമായിട്ടുള്ള ആളുകളെല്ലാം മനുഷ്യരാണ് ഇതിൽ സഹകരിക്കുന്നത്. ഇവിടുത്തെ ജനസമൂഹമാണ് സഹകരിക്കുന്നത്. ആ സഹകരണം ഉണ്ടാവും. DCC നേതാവ് പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് സന്നദ്ധ അറിയിച്ചിരുന്നു. നേരത്തെ ഞാൻ സംസാരിച്ചിരുന്നു. സന്നദ്ധ അറിയിച്ചാണ് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. അദ്ദേഹം ഈ പ്രശ്നത്തിൽ നിങ്ങൾക്കറിയാലോ, വയനാട്ടിൽ നടന്ന വന്യമൃഗ സമരങ്ങളുടെ മുന്നിൽ എന്നും അപ്പച്ചൻ DCC പ്രസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഈ നാട്ടുകാരനാണ്, അദ്ദേഹത്തിന് ഈ വിഷയങ്ങൾ അറിയാം, അദ്ദേഹം അനുഭവസ്ഥനാണ്. അതുകൊണ്ട് ഇങ്ങനത്തുള്ളൊരു സമരങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ആഗ്രഹിച്ചതിന് അദ്ദേഹത്തെ തെറ്റു പറയാൻ പറ്റൂ. അത് ആഗ്രഹമില്ലാത്തവരാരെങ്കിലും തടുത്തിട്ടുണ്ടെങ്കിൽ അതിനെന്ത് അപ്പച്ചൻ എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹം അതിൽ നിസ്സഹായനാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാം, എനിക്കതിൽ പറയാൻ പറ്റും. ഇപ്പോൾ സമരങ്ങളിൽ ഈ ജനകീയ യാത്രയിൽ പ്രത്യേകിച്ചും ആളുകൾ പങ്കെടുക്കുമെന്ന് പറഞ്ഞു കേട്ടിരുന്ന ആളുകൾ IC ബാലകൃഷ്ണൻ UDFുമായി ബന്ധപ്പെട്ട ആളുകളാണ്. LDFുമായി ബന്ധപ്പെട്ട് അവരല്ലേ നിയമം കൊണ്ടുവരുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നത് LDF നേതൃത്വം കൂടി ആലോചിച്ച് മന്ത്രിസഭ ആലോചിച്ചിട്ടല്ലേ കരട് വരുള്ളൂ. അവർ പിന്നെ എങ്ങനെ ഇതിൽ പങ്കെടുക്കുക? ഒരു മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ഈ കരട് തന്നെ വരുന്നത്, ഇങ്ങനെ അമെൻമെൻറ്റ് വരുന്നത്. അവിടെ പിന്നെ LDF അടുത്ത് പോയിട്ട് സംസാരിക്കേണ്ട വല്ല കാര്യമുണ്ട്? അല്ല, ഇപ്പം അങ്ങനെ രാഷ്ട്രീയം എടുത്തതിന് ശേഷമുള്ള അങ്ങനെ സ്വന്തമായ തീരുമാനം എടുത്തതിന് ശേഷമുള്ള ഒരു വലിയ സമരമാണെന്ന് ഇതെന്ന് കൂട്ടാം, ഒരു പ്രതിഷേധം. അപ്പോൾ അതിൽ UDFുകാരുടെ പിന്തുണ കൂടുതൽ വാങ്ങിക്കുന്നു. അപ്പോൾ സമരത്തിൽ അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു എല്ലാവരും കൂടെ നിൽക്കുന്നതിനോട് താല്പര്യമുണ്ട് അങ്ങനെ? അല്ല, അതിൽ ഒറ്റ കാര്യമുള്ളൂ. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ഗവൺമെൻറ്റിൻ്റെ പങ്കാളിയായിരുന്നില്ല. ഞാൻ അതിൽ 8 വർഷം പ്രവർത്തിച്ച വ്യക്തിയാണല്ലോ. 8 വർഷം പിണറായി തന്നെയായിരുന്നില്ല മുഖ്യമന്ത്രി. പിണറായി മുഖ്യമന്ത്രിയായി ഇപ്പോൾ ഈ അവസാന കാലഘട്ടത്തിൽ ഞാൻ ഉയർത്തിയ വിഷയങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുള്ളതാണ്. പോലീസിൽ നടക്കുന്ന വർഗീയവൽക്കരണം, RSSന് കീഴ്പ്പെട്ടുകൊണ്ടുള്ള പോലീസിൻ്റെ പ്രവർത്തനം, അതിന് നേതൃത്വം നൽകുന്ന ADGP അജിത് കുമാർ, അദ്ദേഹം ഇവിടെ നടത്തിയിട്ടുള്ള പിന്തുണ നൽകിയിട്ടുള്ള ഇവിടെ നടന്ന കള്ളക്കടത്ത്, ഇവിടെ നടന്നിട്ടുള്ള കൊലപാതകങ്ങൾ, ഈ വിഷയങ്ങളാണ് ഈ ഗവൺമെൻറ്റിനെതിരെ ഞാൻ ഉന്നയിച്ചത്. ആ വിഷയങ്ങൾ ഇപ്പോഴും അന്വേഷണ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെയുള്ള മറ്റൊരു വിഷയമാണ് ഇപ്പോൾ ഈ വന നിയമ ഭേദഗതി എന്ന് പറയുന്നത്. നമുക്കത് പോലീസാണ്, ഫോറസ്റ്റിൻ്റെ കാര്യം എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറ്റുമോ? അപ്പം ഈ ഗവൺമെൻറ്റിനെ, ഈ ജനവിരുദ്ധ പിണറായി ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാൻ എന്താണോ വ്യക്തിപരമായിട്ട് ഈ സമൂഹത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കുക, അതിൻ്റെ എല്ലാ സമരരംഗത്തിൻ്റെയും മുന്നിൽ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാനുണ്ടാവും. ആ സമരമായിട്ട് മുന്നോട്ട് പോകും. ഈ ഗവൺമെൻറ്റിനെ താഴെ ഇനി 1.5 വർഷം ഉണ്ടല്ലോ, ആ 1.5 വർഷവും ഈ പോരാട്ടം ഞാൻ നടത്തും. അതിന് പൊതുസമൂഹത്തിൽ നിന്ന് ആരാണോ സഹകരിക്കുന്നത് അവരെയും കൂട്ടുപിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. രാഷ്ട്രീയ പാർട്ടികളുടെ സഹകരണം തേടുന്നതിൽ എന്തായിരിക്കും ഇതേ കാര്യത്തിൽ? അല്ല, രാഷ്ട്രീയ പാർട്ടികളോട് അവരോടൊക്കെ ഇപ്പോൾ നമ്മൾ തേടിയ രാഷ്ട്രീയ പിന്തുണയല്ലല്ലോ. ഇതൊരു സാമൂഹിക വിഷയമാണ്. ഇതിനൊരു സാമൂഹിക പിന്തുണയും അതിനുള്ള ധാർമ്മിക പിന്തുണയാണ് തേടിയത്. ഞാനിത് എൻ്റെ എന്താ പറയുക DMK എന്ന് പറയുന്ന നമ്മൾ സോഷ്യൽ സംഘടനയുടെ പേരിലല്ലല്ലോ ഇത് വെച്ചിട്ടുള്ളത്. ഇതൊരു ജനകീയ യാത്ര, മനുഷ്യർക്ക് മുഴുവൻ പങ്കെടുക്കാനും സംസാരിക്കാനും പ്രതിഷേധം അറിയിക്കാനും ഈ ഗവൺമെൻറ്റിനെ കൊണ്ട് അവരുടെ ഈ നിലപാട് അസംബ്ലിക്ക് മുമ്പ് തിരുത്തിക്കാനുമുള്ള ഒരു പരിശ്രമം. അത് അണ്ണാരക്കണ്ണനും തന്നാലായത് അത്രയതിലുള്ളൂ. കഴിഞ്ഞാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. ഒരു മുന്നണി തിരഞ്ഞെടുക്കേണ്ട ഒരു സമയമായി തുടങ്ങിയില്ലേ? അല്ല, അത്ര തിരക്ക് പിടിക്കേണ്ട കാര്യമില്ലല്ലോ. തിരഞ്ഞെടുപ്പ് വരട്ടെന്ന്, ജനങ്ങളല്ലേ വോട്ട് ചെയ്യുന്നത്. ആ വോട്ട് ചെയ്യുന്ന കേരളത്തിലെ 3.5 കോടി ജനങ്ങളോടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സംസാരം തുടർന്നുകൊണ്ടേയിരിക്കും. ആളുകളോട് പറയാം, ജനമാണ് തീരുമാനിക്കേണ്ടത്. കഴിഞ്ഞപ്പോൾ ഈ നടന്ന 3 ഉപതെരഞ്ഞെടുപ്പിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടായല്ലോ. എത്ര ലക്ഷം വോട്ടുകളാണ് ഈ LDFന് ഇവിടെ നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതിൽ ജനങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട പ്രധാന വിഷയങ്ങൾ കഴിഞ്ഞ 4-5 മാസമായിട്ട് ഞാൻ ഉയർത്തിയിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ്. അവരുടെ വോട്ടുകൾ സ്വാഭാവികമായിട്ട് വരും. ആ ജനങ്ങളെക്കൊണ്ട് ഈ കാര്യങ്ങൾ, ഇനിയുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, നമ്മളിപ്പോൾ KPCC ആയാലും മുസ്ലിം ലീഗ് ലീഡർഷിപ്പ് ആയാലും ഒക്കെ ഞാൻ വ്യക്തിപരമായിട്ട് ഇവരോടൊക്കെ സംസാരിക്കുന്നുണ്ട്.
ആ ലീഡർഷിപ്പ് കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ലീഗിൻ്റെ ലീഡർഷിപ്പുമായി സംസാരിച്ചിട്ടുണ്ട്, ഇവിടുത്തെ 3 ബിഷപ്പുമാരെ ഞാൻ വന്ന് കണ്ടിട്ടുണ്ട്, അങ്ങനെ സാമൂഹ്യ സംഘടനകളുമായി സംസാരിച്ചിട്ടുണ്ട്. 100ഓളം കർഷക സംഘടനകളുണ്ട്. ആ കർഷക സംഘടന നേതാക്കളെ ബന്ധപ്പെടാൻ പറ്റുന്നവരായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ചിലരൊക്കെ അവിടെ വരുന്നുണ്ട്, സഹകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിഷയം മലയോര മേഖലയിലെ ഈ മുഴുവൻ കർഷക സംഘടനകളെയും ഈ വിഷയത്തിൽ ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ടുള്ള ഒരു സമരത്തിന് സാധ്യതയുണ്ടെങ്കിൽ അതുകൂടി ആരായുന്നതിന് വേണ്ടി കൂടിയാണ് ഈ ജാഥ നടത്തുന്നത്. മറ്റൊരു പ്രധാന കാര്യം പറയാനുള്ളത്, നാളെ രാവിലെ ബത്തേരിയിൽ 9 മണിക്കൊരു പ്രസ് കോൺഫറൻസ് ഇന്ന് വിളിക്കുന്നുണ്ട്. ഇവിടെ ഈ ചൂരൽമല സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള റീസെറ്റിൽമെൻറ്റിൻ്റെ വിഷയത്തിലെ വലിയ അഴിമതി നടന്നിട്ടുണ്ട്. അത് കോടികളുടെ അഴിമതിയാണ്. ഒരു ഘട്ടം കഴിഞ്ഞു, അടുത്ത ഘട്ടത്തിലേക്ക് ഈ പറയുന്ന എന്താ പറയുക ഗവൺമെൻറ് കാൽ വെക്കുകയാണ്. അതിൻ്റെ കുറച്ച് വിശദമായ ഡീറ്റെയിൽസ് കേരളത്തിലെ ജനങ്ങളുമായി സംവദിക്കാനുണ്ട്. അതുകൊണ്ട് നാളെ രാവിലെ ജാഥ പുറപ്പെട്ട ഉടനെ 10 മണിക്ക് നിങ്ങളുമായിട്ട് ബത്തേരിയിൽ വെച്ച് സംസാരിക്കുന്നതായിരിക്കും. അവിടെ ഹോട്ടലിൽ എവിടെയും ബുക്ക് ചെയ്യാൻ നമുക്ക്.